വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS SSLCയിലെ ഇംഗ്ലീഷിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എ ബർത്ത്ഡേ ലെറ്റർ എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പല കത്തുകളും കാണാറുണ്ട്, പല ലെറ്ററുകളും നമ്മൾ കാണാറുണ്ട്, വായിക്കാറുണ്ട്. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കത്താണ് നമ്മളുടെ ഈ 8ാമത്തെ അധ്യായമായിട്ടുള്ള എ ബർത്ത്ഡേ ലെറ്റർ എന്നുള്ള അധ്യായത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു അധ്യായത്തിൻ്റെ സമ്മറി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ 8ാമത്തെ അധ്യായമായിട്ടുള്ള എ ബർത്ത്ഡേ ലെറ്റർ എന്നുള്ള അധ്യായത്തിലെ സമ്മറിയിലേക്ക് പോകാം. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മളുടെ മനസ്സിലുണ്ടാകണം. ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. 1930 ജവഹർലാൽ നെഹ്റു ജയിൽവാസം അനുഭവിച്ചപ്പോൾ തൻ്റെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് എഴുതുന്ന ലെറ്ററാണെന്ത് എ ബർത്ത്ഡേ ലെറ്റർ എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ, അത് ആ സമയത്ത് ഉത്തർപ്രദേശിലെ ഒരു ജയിൽവാസം അനുഭവിക്കുകയായിരുന്നു ജവഹർലാൽ നെഹ്റു. അന്ന് ആ സമയത്ത് ഇന്ത്യ ഒരിക്കലും ഇതല്ല ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടില്ല, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ആ സമയത്ത് ജയിൽവാസം അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തൻ്റെ മകളുടെ ഇന്ദിരാഗാന്ധിയുടെ 13ാമത്തെ ബർത്ത്ഡേക്ക് ജവഹർലാൽ നെഹ്റു എഴുതുന്ന ഒരു ലെറ്ററാണെന്ത് എ ബർത്ത്ഡേ ലെറ്റർ എന്ന് പറയുന്ന ലെറ്റർ. ഇതെല്ലാം സമാഹരിച്ചിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, ഇംഗ്ലീഷിലൊരു ബുക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങൾ വാങ്ങി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. വളരെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കഥയിൽ ഈ ഒരു ലെറ്ററിൽ പറയുന്നത് എന്താ നോക്കാം. തൻ്റെ മകളുടെ 13ാമത്തെ വയസ്സിൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതുകയാണ്. 13ാമത്തെ വയസ്സിൽ ബർത്ത്ഡേ സമയത്ത് ഇന്ദിരാഗാന്ധി തൻ്റെ മകൾക്ക് എഴുതുന്ന ഉപദേശങ്ങളാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ തൻ്റെ മകൾ ജവഹർലാൽ നെഹ്റു പറയുന്നത് തന്നെ, എനിക്ക് ഒരാളെയും ഉപദേശിക്കുന്നതോ അധികം പ്രസംഗമൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മകൾക്ക് ജവഹർലാൽ നെഹ്റു എഴുതാണ്. ഇതിൽ പറയുന്നുണ്ട്, ഈ ഒരു മതിൽക്കെട്ടുകൾക്കുള്ളിൽ, ജയിലിൻ്റെ ഈ ഒരു ജയിലറകൾക്കുള്ളിൽ നിന്നും എല്ലാ പ്രാവശ്യവും എല്ലാ ബർത്ത്ഡേക്കും നിനക്ക് ഞാൻ ഗിഫ്റ്റ് തരാറുണ്ട്. പക്ഷെ ഈ ഒരു ബർത്ത്ഡേക്ക് ഞാൻ എന്ത് ഗിഫ്റ്റ് നിനക്ക് തരിക? ഞാൻ തരുന്നത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ഗിഫ്റ്റ് ആകണം. അതാണ് ഇപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് തരാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് തൻ്റെ മകൾക്ക് ജവഹർലാൽ നെഹ്റു ഒരു കത്ത് എഴുതുകയാണ്. പിന്നെ അതിന് പുറമെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഇന്ദിരാഗാന്ധി എന്ന് വിളിക്കാൻ കാരണം എന്താ? ഗാന്ധിജിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്ത ഒരാളാണ് ഇന്ദിരാഗാന്ധി. പിന്നെ എങ്ങനെയാണ് ആ ഒരു പേര് കിട്ടുന്നത്? ഇന്ദിരാഗാന്ധിയുടെ കല്യാണ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ അല്ലെ ഒരു ജയിൽവാസം അനുഭവിക്കുകയുണ്ടായി. അങ്ങനെ ഗാന്ധിജിയാണ് അദ്ദേഹത്തെ ദത്തെടുത്ത് രക്ഷിക്കുന്നത്. ആ സമയത്ത് അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്ക് ഇന്ദിരാ ഗാന്ധി എന്ന് പേര് കിട്ടാനുള്ള കാരണം. ഓക്കെ, ഗാന്ധി എന്ന അവസാനം പേരിൽ വരാനുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്താന്നുള്ളത്. അതുപോലെ തൻ്റെ മകൾക്ക് ജവഹർലാൽ നെഹ്റു എഴുതുന്ന കത്തിലേക്ക് നമുക്ക് വരാം. കത്തിൽ പറയുന്നുണ്ട്, ഒരുപാട് ഉപദേശങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ലാന്ന് എൻ്റെ മകൾക്ക് അറിയുന്നതാണ്. എന്നിരുന്നാലും ഞാൻ പറയുന്നത് പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ പരസ്പരം ചർച്ച ചെയ്തിട്ട് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങളാണ് ആ ഒരു കത്തിലൂടെ ജവഹർലാൽ നെഹ്റു പങ്കുവെക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആ കത്ത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്കിനി ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് 2 ഫാക്ടേഴ്സ് മേക്ക് ഓർഡിനറി മെൻ ഹീറോസ്? അല്ലെ, ഏതൊരു കാര്യങ്ങളാണ് സാധാരണ ജനങ്ങളെ ഹീറോ ആക്കി മാറ്റുന്നത്? ഏതെല്ലാം കാര്യങ്ങളാണ് സാധാ ജനങ്ങളെ ഹീറോസ് ആക്കി മാറ്റുന്നത് എന്നുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു അക്കോർഡിംഗ് ടു നെഹ്റു ഹാസ് ഇൻസ്പയർഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ടു ഫൈറ്റ് ഫോർ ഫ്രീഡം? അല്ലെ, സ്വാതന്ത്ര്യ സമരത്തിലുള്ള ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് ഇൻസ്പയർഡ് ആണ് ആര്? നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. അങ്ങനത്തെ ആളുകൾ ആരൊക്കെയാണെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഡസ് ദ ഫ്രേസ് ഗ്രേറ്റ് ഡ്രാമ റെഫർ ടു? അല്ലെ, ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഗ്രേറ്റ് ഡ്രാമ എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഹു ഇൻസ്പയർസ് യു ദ മോസ്റ്റ് ഓഫ് യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻസ്പയർ ആയിട്ടുള്ള, പ്രചോദനമായിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള നമ്മളുടെ 3-4 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ കൂടുതൽ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത്
അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു ടു ഓൾ.